നാത്തൂനെ എന്താ അടി വെച്ചേ? പോണ്ടേന്ന് അവനെ കാണാൻ. ഇന്നൊരു മൂടില്ല. ഞാൻ ഇന്ന് പോകാം, നാളെ എങ്ങാനും പോകാന്ന് വെച്ചു. മൂടില്ല, അല്ലെങ്കിൽ വരുമ്പോ തന്നെ അവനെ കാണാൻ ഓർമ്മയാണല്ലോ. ഇന്നൊരു സുഖമില്ല, ഒരു ബോറടി മാറി. ബോറടിയോ? എന്താ എനിക്ക് ബോറടിക്കാൻ പോകണം. പഠിച്ചവല്ലോ. ആ ചെറുക്കൻ വല്ലതും പഠിക്കണുണ്ടോ? കളിച്ച് തന്നെ. ഇപ്പൊ ഇച്ചാനും പുതിയ മോഹ, അവനെയും പോലീസാക്കണം. എനിക്ക് കണ്ടിട്ട് സ്വന്തം കണ്ടുകൂടാ പോലീസുകാരെ. അവനിഷ്ടാണോ? അവന് അങ്ങനെ സ്വന്തമായിട്ട് വല്ല തീരുമാനം. ഇച്ചാൻ എന്താ പറഞ്ഞാൽ അത് ഓക്കെ. അന്നാ പിന്നെ അവനെ പട്ടാളത്തിൽ വിട്, പോലീസിനെക്കാളും നല്ലത് അതല്ലേ. ഓ കൊള്ളാം, പട മേടിച്ച് പന്തളത്തിൽ തന്ന പോലെ ഇരിക്കും. ഇനി പട്ടാളക്കാരാണ് പിന്നെ വേറെ പണികളില്ല. പോലീസിനെ കൊണ്ട് തന്നെ എനിക്കൊരു തൊല്ലിയില്ല. ഇനിയിപ്പോ പട്ടാളക്കാരനെ കൂടി സഹിക്കാൻ ഞാൻ ഓടിയാണ്. നിങ്ങളൊരു പട്ടാളക്കാരന്റെ മോളോട് ഇത് പറയണമെന്ന് വിചാരിച്ചോളോ? ആ, പട്ടാളത്തിനെ പറ്റി എന്താ അറിയാം? പിന്നെ പട്ടാളത്തിനെ പറ്റി ഇത്ര പറ്റി അറിയാനിരിക്കണം. പോലീസിനെ പോലെ അല്ല പട്ടാളം. അങ്ങനെ ഓടി ചെന്നാലും നമ്മള് പട്ടാളത്തിൽ എടുക്കൊന്നുമില്ല. പിന്നെന്താണ്? എന്റെ നാത്തൂനെ ഞങ്ങള് കാശ്മീരിലായിരുന്നപ്പോ ഈ പട്ടാളക്കാരുടെ ഓരോ രീതികൾ പറഞ്ഞു തന്നെ ഞാൻ. നിനക്ക് അങ്ങനെ ഇത്ര പേർക്ക് വിശദമായിട്ട് അറിയാം? എന്റെ അച്ഛൻ പട്ടാളത്തിലല്ലായിരുന്നു. ഓ അങ്ങനെ. ഓ ഞങ്ങളങ്ങ് കാശ്മീരിലായിരുന്നപ്പോ എനിക്കൊരു 5 വയസ്സ്, കനകനൊരു 7-8 വയസ്സുണ്ടാവും. ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ അപ്പുറത്തായിട്ടൊരു കുളമുണ്ട്. ഞങ്ങള് വൈകുന്നേരം ആകുമ്പോ ഞാനും അച്ഛനും കനകനും കൂടി കുളിക്കാൻ പോകും കുളത്തില്. കാശ്മീർ കുളത്തിലാ? കുളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പോലത്തെ കുളമല്ല, മഞ്ഞൊക്കെ മൂടി സൈഡൊക്കെ മഞ്ഞുകൊണ്ട് കെട്ടി വെച്ചേക്കണ പോലെ തോന്നും. എന്നിട്ട് കുളിക്കാൻ പോകും. അച്ഛൻ കനകനെ കുളിപ്പിക്കായിരുന്നു. പുറകോട്ട് തിരിഞ്ഞപ്പോ അച്ഛന് മനസ്സിലായി സംഭവം പുറകെ കൂടി വരണ്ടെന്ന്. ബോംബ്! ഉടനെ തന്നെ കനകൻ കൊടുത്ത ആ തോർത്തും കൊണ്ട് ഇങ്ങോട്ട് പറിച്ചിട്ടുണ്ടല്ലോ. ബോംബ് 2 ആ തോർത്തിന്റെ അകത്താക്കി വെള്ളത്തിലോട്ട് ഒരറ്റ മുക്ക്. ബോംബ് നിർവീര്യാക്കി. ബോംബ് നിർവീര്യാക്കി. ഇതാണ് ഞാൻ പറയണത്, പട്ടാളക്കാരെ മാത്രം പുച്ഛിക്കരുത്. ആ ബോംബ് 2 അവിടെ വീഴാത്ത അവസ്ഥ എന്താ? കാശ്മീർ മുഴുവൻ പോവില്ലേ? അച്ഛനെ സമ്മതിക്കണം. പിന്നല്ലാതെ. കണ്ടിട്ടുണ്ടോ ജീവനോടെ ബോംബ്? ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പണ്ട് അവിടെ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് കിടക്കണ ബോംബൊക്കെ, ഗ്രനേഡൊക്കെ ഇല്ലേ, അച്ഛനെടുത്ത് വീട്ടിലോട്ട് കൊണ്ടുവരും ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടി. ഇങ്ങോട്ടാ? 2 ഇവിടെ എവിടെയോ ഞാൻ പെട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ കാണിച്ചേരാട്ടാ. എനിക്കെന്താടി, ഞാനും വീട്ടിൽ കൊണ്ട് കാണിക്കട്ടെ. അതൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയണം, അല്ലാതെ എല്ലാവർക്കും പിള്ളേർക്കും കൊതിയില്ലേ? തോർത്തെവിടെ? ഇവിടെ കിടക്കണുണ്ടല്ലോ എന്നാള്. ഇവിടെ അച്ഛനെ മറ്റേ നിർവീര്യാക്കിയ ബോംബ് പിടിച്ച തോർത്തുണ്ടല്ലോ, അത് ഇന്നാൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു. സത്യം ഇവിടെ ഇട്ടിരുന്നല്ലേടി? അതവിടെ ഞാനേ സത്യം പറയാല്ല, നീ ഒന്ന് വന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. തള്ള വന്നാ തള്ളയുടെ ഒരു തള്ളു ഒരു സൈഡിൽ നിന്ന്. ഇപ്പൊ തള്ള ഇല്ലാത്തോണ്ടാ മോളെ തള്ളിന് വല്ല കുറവുണ്ടാ? ഇന്നാളെ ഒരു ദിവസം തള്ളി ഉണ്ടല്ലോ, ഈ ഇവിടെ ഇരുന്ന ഗ്രനേഡ് ഇവിടെ വെച്ച് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിങ്ങനെ പൊട്ടാനായിട്ട് ഇങ്ങനെ വിജൃംഭിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓ എന്നാലും നിന്നെ നിങ്ങൾ കാണാത്ത കാര്യങ്ങളൊക്കെ നുണയാണെന്ന് പറയണത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല. ഞങ്ങൾ കളിച്ചിട്ടുണ്ട് ആ സാധനം കൊണ്ട്, അതാ പറഞ്ഞത്. നീ അധികം കളിയാക്കണ്ട, അവർക്ക് ഒരു സമാധാനത്തിന് പറയണല്ലേ, ആരെങ്കിലോടൊക്കെ പറയണ്ടേ. എവിളി കളറായി പോയി എന്താ അറിയാമോ? യുദ്ധ സമയത്താണ് ഇവളെ അവിടെ പ്രസവിച്ചത് അമ്മ. അവിടെ കരിയും പുകയൊക്കെ ആയതുകൊണ്ട് അങ്ങനെയാണ് ഇവളിങ്ങനെ ആയത്. പാവല്ലേടാ, എന്തിനാണ് ഒരുപാട് കളിയാക്കണേ? അവളുടെ കാര്യം പറയണു. എപ്പോ? അതെയോ? ഇവന് കാര്യം ചെയ്യ, അവനെ 10 ദിവസത്തിന് വെളിയിലെടുത്തിട്ട് എടുത്ത കളയാങ്ങോട്ട്. എന്താ കാര്യം എന്താണ്? ആത്മഹത്യ ചെയ്യണോ? അതെയാ? ഓ ഞാൻ വരുന്നു. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ വരണവരെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യും. പോരാ, ഞാൻ ഇറങ്ങി. ചെയ്യും നടരാജനെ പാർട്ടി ഓഫീസിൽ കള്ളം കുടിച്ചിട്ട് എല്ലാരും ചീത്ത വിളിക്കുകയാണ്. അവിടെയൊക്കെ വാള് വെച്ച് ആകെ നാശാക്കി. പിന്നെ ചുമ്മാ പാവ, അതങ്ങനെയൊന്നും ചെയ്യും. അവൻ ജീവിതം വെറുത്തുന്നു. നടരാജനോ? എന്ത് നടരാജന് ജീവിതം വെറുത്തൂടെ? എടി വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങള് നല്ലപോലെ ഒന്ന് മനസ്സ് വെച്ചാ ആരായാലും ജീവിതം വെറുത്തു കേട്ടാ. ഒരു ഭാര്യയുണ്ടല്ലോ മുത്തലക്ഷ്മി, ഒരേ അങ്ങനെ മതിയല്ലോ. ഡേ കുറച്ചുകൂടെ നീക്കിയിട്ട് പിടിച്ചിരുന്നാണ് വീഴാതെ. അവൾ ഇനിയും തള്ളും. എല്ലാം തലയാട്ടി കേട്ടിട്ട് അങ്ങ് വന്നപ്പോഴത്തേനും കാല് മാറിയല്ലോ. പിന്നെ എന്തിനാടി വെറുതെ ഇനി പട്ടാളക്കഥ വേറെ കേട്ടിട്ടും. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, ക്ലീറ്റസ് ഒന്ന് വന്നോട്ടെ, എല്ലാ കാര്യത്തിനും ക്ലിയർ ഉണ്ടാക്കാം.
എനിക്ക് മരിക്കാനാവും. നിനക്ക് മരിക്കാനാവും. ആ മരിക്കാം, നമുക്ക് മരിക്കാം, അതിനൊക്കെ വഴിയുണ്ട്. നീ എണീക്ക്. മരിക്കാനാവും എനിക്ക്. എടേ ആദ്യം മരിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയണ്ടേ, പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് കാര്യം അറിയാൻ പറ്റുമോ? ഇത് പൊക്ക് ഇതിനെ. ഇത് പൊക്കിക്കൊണ്ട് വന്ന പാടെ എനിക്ക് അറിയത്തുള്ളൂ. അളിയൊന്നും അറിഞ്ഞില്ലല്ലോ. മരിക്കാനാവും. എനിക്ക് മരിക്കാനാവും. മരിക്കാം, അതിന് വഴി ഉണ്ടാക്കാം. അവിടെ ഇരിക്കും. വെള്ളം കുടിച്ചിട്ടൊന്നും ബോധമില്ല. രാവിലെ പാർട്ടി ഓഫീസിൽ വെള്ളം അടിച്ചോണ്ട് ഇതിനകത്ത് കയറല്. ഉള്ള കാര്യം ഞാൻ പറയാ. എന്ത് പ്രശ്നമാണെങ്കിലും അത് പറഞ്ഞു തീർക്കണം. ഇപ്പൊ എന്താ മരിക്കേണ്ട കാര്യം എന്താണ്? മുത്തുലക്ഷ്മിക്ക് ഇവരെ വേണ്ടെന്ന് അവൻ ചാവാൻ നടക്കുക. KSRTC ബസിന്റെ ഫ്രണ്ടിൽ ചാടാൻ നിന്നതാ. ഞാൻ പിടിച്ചോണ്ട് വന്നോണ്ട് രക്ഷപ്പെട്ടു. കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയ പാട് എനിക്ക് അറിയത്തു. KSRTC ട്രെയിനിന്റെ മുമ്പേ ചാടിയാലേ ഒരു വകയും കിട്ടൂല കേട്ടാ. 10 പൈസ കിട്ടത്തില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു. വേണ്ട. പിന്നെ ഞാൻ മുത്തുലക്ഷ്മിക്ക് വേണ്ടെങ്കിൽ നമുക്കത് കാര്യം എന്താണെന്ന് അറിയണ്ടേ? അത് വല്ലതും അറിഞ്ഞാ എന്താണ് കാര്യം അറിയാമോ നിനക്ക്? ഡേയ് കാര്യമൊന്നും അറിയത്തില്ലല്ലേ. ഇവൻ ചാവും എന്നും പറഞ്ഞു നീക്കുക. ഡേ നിനക്ക് ചാവണേ ഞാൻ കയറ് മേടിച്ചു തരാം. ഇപ്പൊ കയറി വാങ്ങിച്ചോണ്ടാ. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇതിന് ഞാൻ ഇപ്പൊ കെട്ടിച്ച പാർട്ടിയിലെ കൊടികൾ ഒരു പെട്ടി കെട്ടാൻ പറ്റാത്ത കയറിലാണ് അവൻ ചാവുന്നത്. തൂങ്ങി ചാവുന്നത്. ഇതൊക്കെ ചാവാ, ഇത് മതി. എന്നിട്ട് പാർട്ടി സമാധാനം പറയേണ്ടി വരും. ബാത്റൂമിൽ കണ്ട തലക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്റെ അളയെ ഇവിടെ കൊണ്ടുവന്ന പാടെ എനിക്കറിയാം. ഇനി എനിക്ക് വയ്യ ഇത് കേൾക്കാൻ. എന്താന്ന് വെച്ചാൽ പരിഹാരം കാണും. എന്ത് കഷ്ടമാണ്. പാർട്ടി തന്നെ അല്ലാതെ ആവശ്യമുള്ള പ്രശ്നമുണ്ട്. ഇനിയിപ്പോ ഈ കുടുംബ പ്രശ്നം കൂടെ ഞാനേ ആ മുത്തുലക്ഷ്മി ഒന്ന് വിളിക്കാം. എന്റെ ശബ്ദം ഇത് കേൾക്കരുത്. അവള് ഇപ്പൊ തന്നെ കളഞ്ഞിട്ട് വേറെ കല്യാണം കൂടെ കഴിയും. ആ മുത്തുലക്ഷ്മി, Alien versus Alien.